ഗുഡ് മോർണിംഗ്. നമ്മൾ ജോമെട്രി ആൻഡ് ആൾജിബ്രയിൽ തന്നെ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. പല പല ടൈപ്പിലുള്ളത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചു, ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇന്ന് നമുക്ക് വേറെ ഒരെണ്ണം കണ്ടുപിടിക്കാം. ഇന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡിസ്റ്റൻസ് ആണ്. അതിന് ഫോർമുല ഉണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാവേ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒറിജിൻ ആൻഡ് ദ പോയിന്റ് -2 -3 and what is the relation between this distance and distance between origin and the point 2 3. നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. എവിടത്തേക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്? ഒറിജിനും -2 -3 തമ്മിലുള്ള ഡിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒറിജിനും 2ഉം 3ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. പോയിന്റ് ആണ്, ലൈനാണ്. എന്നിട്ട് ഇവർ തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് കണ്ടുപിടിക്കണം. ഇനി എന്താണ് ഒറിജിൻ എന്ന് പറയുന്നത്? നമുക്ക് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ ഒന്ന് പറയാം. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, വൈ ആക്സിസ് അല്ലേ? എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഒറിജിൻ എന്ന് പറയുന്നത് എക്സും വൈയും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. എവിടെയാണ്? ഇതാണ് ഒറിജിൻ. തുടക്കം ഇവിടുന്നാണ്, ഒറിജിൻ ആണ്. ഇവിടുത്തെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? അതാണ് ഇവർ വേറൊരു വാല്യൂ പറഞ്ഞില്ല. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണേ നമുക്ക് 2 വാല്യൂസ് വേണം. ഫോർമുല എഴുതിയിട്ടുണ്ട്, ഞാൻ പറയാം അതിനെപ്പറ്റി. അപ്പം അതിൽ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ തരേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ നിങ്ങൾ ആലോചിക്കണം, ഒറിജിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്നായിരിക്കും? 0 0. അതായത് എക്സും 0 ആയിരിക്കും, വൈയുടെ എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും, വൈയുടെ വാല്യൂവും 0 ആയിരിക്കും. അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഡിസ്റ്റൻസ് ഒന്നും കാണിച്ചിട്ടില്ല. എക്സ് 0 0. ഒറിജിൻ എന്ന് വെച്ചാൽ കൂടെ ഒന്നും ആലോചിക്കണ്ട, ഒറിജിൻ എന്ന് വെച്ചാൽ 0 0. ഇനി അടുത്ത പോയിന്റ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഏതൊക്കെ തൊട്ടാണ്? ഒറിജിൻ തൊട്ട്. ഞാനിപ്പോൾ ഒരു ലൈനായിട്ട് അങ്ങ് വരയ്ക്കുക. ഒറിജിൻ പ്രത്യേകിച്ച് വരയ്ക്കുന്നില്ല. അതും ഒറിജിൻ നമുക്കറിയാം 0 0 ആണെന്നറിയാം. പിന്നെ പോയിന്റ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? -2 -3. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിന് നമ്മൾ തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞതിലും പറഞ്ഞു, നമ്മൾ വില കൊടുക്കുക. x1 y1, ഇത് x1 y1 ആയിരിക്കും, ഇത് x2 y2. ഓക്കെ. ഇനി നമ്മുടെ ഫോർമുല എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു √(x2 - x1) the whole square plus y2 - y1 the whole square. നമുക്കിവിടെ x ഉണ്ട്, y ഉണ്ട്, x1 y1 x2 y2 എല്ലാം ഉണ്ട്. സിമ്പിൾ ആണ്. ഫോർമുല ഒന്ന് ഓർത്തിരുന്നാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഇക്വേഷനകത്തോട്ട് വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പോവാണ്. √(x2) എത്രയാണ്? നമ്മുടെ -2. ഓക്കെ. ഇനി സൈൻ എന്നാ ഇവിടുത്തെ? -x1 നമ്മുടെ ഒറിജിനൽ എത്രയാ? 0. ബ്രാക്കറ്റ് ഇട്ടു, ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ എന്താണ്? y2 എത്രയാണ്? -3 സൈൻ. ഇനി ഇവിടുത്തെ സൈൻ y1 എത്രയാണ്? 0 ദ ഹോൾ സ്ക്വയർ. കാൽക്കുലേഷൻ ബാക്കി ചെയ്യുവാണ്. ഇനി -2 -0. ഇവിടെ നമുക്ക് കൂടുതലൊന്നും ആലോചിക്കണം. നമുക്കറിയാം ഏതെങ്കിലും സംഖ്യയിൽ നിന്ന് 0 പോയാൽ എന്ത് തന്നെ കിട്ടും? ആ സംഖ്യ തന്നെ കിട്ടും അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് പ്ലസും മൈനസും ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം -2ൽ നിന്ന് 0 ആണ് മൈനസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ എത്ര തന്നെ വരും? -2. ആ ആൻസർ തന്നെ വരും. ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ അതുപോലെ തന്നെ -3ൽ നിന്ന് 0 ആണ് പോകുന്നത്. അപ്പം ഒന്നിന്റെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ -3 തന്നെ വരും. ദ ഹോൾ സ്ക്വയർ. ഇതൊന്ന് സ്ക്വയർ ചെയ്തേ. -2ന്റെ സ്ക്വയർ എന്നാണ്? അതായത് 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. മൈനസിനെ സ്ക്വയർ ചെയ്യുമ്പോഴോ? അതായത് മൈനസിനെ സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനർത്ഥം -2 പ്രാവശ്യം ഇൻറ്റു ചെയ്യുക. മൈനസും കൂടി ഇൻറ്റു ചെയ്താൽ എന്നാ വരും? ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈനസും ഇൻറ്റു ചെയ്താൽ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പൊ -2ന്റെ സ്ക്വയറിനായിട്ട് മാറും, +4 ആയിട്ട് മാറും. ഞാൻ സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം, ഒന്ന് നോട്ട് ചെയ്തേക്കണം. മൈനസ് സൈനും കൂടെ ഇൻറ്റു ചെയ്താൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷന് ശേഷം ആൻസർ എന്തായിരിക്കും? സൈൻ വരുന്നത് പോസിറ്റീവ് ആണ്. ചെയ്യേണ്ട കാൽക്കുലേഷൻ മൾട്ടിപ്ലൈ. ഇനി പ്ലസും കൂടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിലോ സിമ്പിൾ ആണ്. ആൻസർ എന്നാ തന്നെ വരും? പ്ലസ് തന്നെ. മൾട്ടിപ്ലിക്കേഷൻ അല്ലാതെ നടക്കുന്നത്. ഇനി ഒരു പ്ലസും മൈനസും കൂടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ ആൻസർ എന്നായിരിക്കും? മൈനസ് ആയിരിക്കും. ആൻസർ ചെയ്യേണ്ട കാൽക്കുലേഷൻ മൾട്ടിപ്ലൈ. ഇതൊന്നും നിങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടല്ലോ. ഇത് ഓർത്തിരുന്നാൽ മാത്രം നമുക്ക് ഒത്തിരി സ്ഥലത്ത് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. പ്ലസും വന്നാൽ പ്ലസ് തന്നെയായിരിക്കും. മൾട്ടിപ്ലിക്കേഷനിൽ പ്ലസും മൈനസും വന്നാൽ മൈനസ് ആയിരിക്കും. മൈനസും വന്നാൽ പ്ലസ് ആയിരിക്കും.
കാൽക്കുലേഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അതാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. -2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2-നെ ഇൻറ്റു -2 എന്നർത്ഥം അല്ലേ. 2 2 ഇൻറ്റു 4, 2 മൈനസ് വന്നാൽ എന്ത് വരും ആൻസർ? പ്ലസ്. അതാണ് ഇവിടെ പ്ലസ് വന്നത്. അതേപോലെ തന്നെ -3യുടെ സ്ക്വയർ ചെയ്യുമ്പോൾ 3യുടെ സ്ക്വയർ 9. ആൻസർ മൈനസ് വരുമ്പോൾ പ്ലസ് ആയിരിക്കുമല്ലോ. ഇനി ഇവർ തമ്മിൽ ആഡ് ചെയ്തു. എത്രയാണ്? 9 + 4 എത്രയാണ്? 30. നമ്മുടെ ആൻസർ എത്രയാണ്? √13. അപ്പോൾ ഒറിജിനും ഏതൊക്കെ പോയിന്റ്സ് ആണ്? ഒറിജിനും -2 -3 തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് √13 എന്ന് കിട്ടിയത്. ഇനി അടുത്തത് അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒറിജിനും 2 3 പോയിന്റ്സ് കണ്ടുപിടിക്കേണ്ടത് 2 3 ആണ്. ഇവിടെ ഇത്രയുള്ള വ്യത്യാസം. ഇവിടെ എന്ത് മാറുന്നു? പോയിന്റ് -2 -3 മാറിയിട്ട് 2 3. ഇവർക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഫോർമുല സെയിം തന്നെയാണല്ലോ. √(x2 - x1) the whole square plus y2 - y1 the whole square. വാല്യൂസ് കൊടുക്കുവാണേ. is equal to √(x2) എത്രയാണ്? 2 sin minus x1 എത്രയാണ് നമുക്ക്? 0 the whole square plus ഇനി y2 എത്രയാണ് ഇവിടെ? 3. ഇവിടുത്തെ സൈൻ എന്നാ? മൈനസ്. y1 എത്രയാണ് ഇവിടെ? 0 is equal to √2 - 0 എന്നാണ്? 2 തന്നെ അല്ലേ. ഇവിടെ പ്ലസ് മൈനസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2 - 0 തന്നെയാണ് കിടക്കുന്നത്. 2² പ്ലസ് ഇവിടെ 3 - 0 എത്രയാണ്? 3 തന്നെ. 3² is equal to √2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9 is equal to √13. നമുക്ക് സെയിം വാല്യൂ തന്നെ കിട്ടി അല്ലേ. -2 -3 ഇട്ട് ചെയ്തപ്പോഴും 2 3യും ഒറിജിനുമായിട്ട് ഇട്ട് ചെയ്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി? ബോത്ത് ദ വാല്യൂസ് ആർ സെയിം. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ബോത്ത് ദ വാല്യൂസ് ആർ സെയിം എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ മതി. ആൻസർ കിട്ടി. ഇതാണ്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. 2 or 3. അപ്പൊ ഏതായാലും സിമ്പിൾ ആയിട്ട് 3 മാർക്ക് നമുക്ക് കിട്ടത്തില്ലേ? സിമ്പിൾ അല്ലേ? ഈ ഫോർമുല മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി അല്ലേ. ഫോർമുല കാണാതെ പഠിക്കണേ. പിന്നെ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടത് പിന്നെ പറഞ്ഞാൽ ഒറിജിൻ 0 0 ആയിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസും മൈനസും വരുന്നതാണ്. അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ ഒക്കെ വരുമ്പോൾ പ്ലസും മൈനസും വരുമ്പോൾ എന്ത് സൈൻ എന്തായിട്ട് ചേഞ്ച് ചെയ്യും എന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഞാൻ പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം സംശയം ഇതായിരുന്നു, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞ ശേഷം അവരത് ഓർത്ത് എഴുതാൻ തുടങ്ങി. നിങ്ങൾക്കും അതുപോലെ പറ്റും കേട്ടോ. ഓക്കെ, ചെയ്ത് നോക്കണം. താങ്ക് യു.